ക്രമീകരിക്കാൻ കർത്താവിന്റെ ദാസൻ റജിമോൻ റാന്നി കണ്ടു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവജനത്തെയും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ മീറ്റിങ്ങിൻ്റെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന കർത്താവിൻ്റെ ദാസൻ, HTCയുടെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഷൂപാസ്റ്റർ കുടുംബം, മറ്റ് കർത്തൃദാസന്മാർ, ദൈവജനങ്ങൾ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിലുള്ള ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചന ധ്യാനത്തിലേക്ക് മുഖവുരകളൊന്നും കൂടാതെ പ്രവേശിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. 2 തിരുവചന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ധ്യാനിക്കുന്നത്. സ്തോത്രം. ഒന്നാമത്തെ ഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായമാണ്. സാധാരണ ഞാൻ തന്നെയാണ് വായിക്കാറ് പതിവ്. എന്നാൽ ഇന്ന് വായിച്ച് സഹായിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭാഗം ഒന്ന് വായിച്ച് സഹായിപ്പാൻ ഓർപ്പിക്കുന്നു. 2 പേർ വായിച്ചാൽ നന്നായിരിക്കും, 2 വാക്യങ്ങളായതുകൊണ്ട്. സ്തോത്രം. നമ്മളൊരു വ്യത്യസ്ത വിഷയം, കുറച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. യിരെമ്യാവിൻ്റെ പുസ്തകം 22-ാം അധ്യായം 24-ാമത്തെ വാക്യമാണ് ആദ്യത്തെ വേദഭാഗം. വായിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശബ്ദമുയർത്തി. എന്നാണ് യെഹോയാക്കീമിന്റെ മകനായി യഹൂദ രാജാവായ കൊന്യാവ് എന്റെ വലങ്കൈക്ക് ഒരു മുദ്രമോതിരം ആയിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒന്നാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ പഴയ നിയമത്തിലെ വാക്യങ്ങളൊക്കെ ആകുമ്പോൾ ചില പേരുകളൊക്കെ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. സ്തോത്രം. ആ വാക്യം എല്ലാവരും കേട്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാണ് യെഹോയാക്കീമിന്റെ മകനായി യഹൂദ രാജാവായ കൊന്യാവ് എന്റെ വലങ്കൈക്ക് ഒരു മോതിരം ആയിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയുമെന്ന് യഹോവയുടെ. രണ്ടാമത്തെ വാക്യം നമുക്ക് ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിലേക്ക്, ദയവായിട്ട് വായിക്കുന്നവർ മാത്രം ഓഡിയോ ഓണാക്കുക. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, ശെയല്യാവിന്റെ മകനായ സെരുബ്ബാബേലെ ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. 2 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഒന്ന് യിരെമ്യാവിന്റെ പുസ്തകം 22-ാം അധ്യായം 24-ാം വാക്യവും, ഒന്ന് ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 23-ാമത്തെ വാക്യവുമാണ്. 2ഉം അനുബന്ധമായും ബന്ധിതമായി കിടക്കുന്ന വിഷയമാണ്. പുസ്തകം 2ഉം 2ആണെന്നേ ഉള്ളൂ. സ്തോത്രം. ഈ യിരെമ്യാവിന്റെ പുസ്തകത്തിന്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം. യിരെമ്യാവിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ അതിന്റെ പശ്ചാത്തലമാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. സ്തോത്രം. ഞാൻ ഈ വായിച്ച 2 വാക്യങ്ങളിലും കോമണായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ദൈവത്തിന്റെ മുദ്ര മോതിരം എന്നുള്ളതാണ്. സ്തോത്രം. നിങ്ങൾ ഇപ്പോൾ ഇരുന്ന് എന്നെ വായിച്ച് സഹായിക്കേണ്ട. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ കുറേയേറെ തല ഉണ്ണാക്കാക്കിയിട്ട് പറയുന്നൊരു വിഷയമാണ്. സ്തോത്രം.
ഈ ഇരമ്യാവിന്റെ പുസ്തകം 22:24 ഹഗ്ഗായി പ്രവചനം 2:23 കോമണായി പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമാണ് ദൈവത്തിന്റെ മുദ്രമോതിരം. സ്തോത്രം. ഇത് രണ്ട് വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് പരിശുദ്ധാത്മാവ് ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ ആളോട് ദൈവം പറഞ്ഞു, സ്തോത്രം, നീ എൻ്റെ കയ്യിൽ അണിഞ്ഞിരിക്കുന്ന മുദ്രമോതിരമായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയുമെന്നാണ് ആദ്യത്തെ ആളോട് പറഞ്ഞത്. സ്തോത്രം. നമ്മൾ ഇരമ്യാവ് 22:24 നാം കണ്ടത് അങ്ങനെയാണ്, നീ എൻ്റെ വലങ്കൈക്ക് ഒരു മുദ്രമോതിരമായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും. സ്തോത്രം. എന്നാൽ രണ്ടാമത്തെ ആളോട് ദൈവം പറഞ്ഞത്, സ്തോത്രം, ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന ആളാണ്. അദ്ദേഹത്തോട് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ എടുത്ത് എൻ്റെ കയ്യിൽ മുദ്രമോതിരമായി അണിയും എന്നാണ് പറഞ്ഞത്. സ്തോത്രം. വൈകിയ ഹഗ്ഗായി 2:23 പറഞ്ഞത്, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളോട് പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ കയ്യിലെ മുദ്രമോതിരമായി നിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും. അടുത്ത ആളോട് പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ കയ്യിൽ മുദ്രമോതിരമായി അണിയാൻ പോവുകയാണ്. ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് രാത്രി ദൈവം ചെയ്യും. സ്തോത്രം. ഒന്ന്, ചിലതിനെ ദൈവം തൻ്റെ കയ്യിൽ നിന്ന് ഊരി എറിഞ്ഞു കളയും. ഇന്നലെ വരെ മുദ്രമോതിരമായി ദൈവം ഉപയോഗിച്ചു കൊണ്ടിരുന്ന പലതിനെയും ദൈവം തൻ്റെ കരങ്ങളിൽ നിന്ന് ഊരി എറിഞ്ഞു കളയും. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലതിനെ ദൈവം എടുത്ത്, പശ്ചാത്തലം നോക്കാതെ, സാഹചര്യം നോക്കാതെ ദൈവം എടുത്ത് അവൻ്റെ കരത്തിലെ മുദ്രമോതിരമാക്കി തീർക്കാൻ പോകുകയാണ്. സ്തോത്രം. ഞാൻ ഈ വിഷയം ഒന്ന് എത്ര കണ്ടെനിക്ക് അവതരിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഇതൊരു 2 മണിക്കൂർ പറയേണ്ട ഒരു വിഷയമാണ്. സ്തോത്രം. ഇരമ്യാവിന്റെ പുസ്തകം 22-ാം അധ്യായം 4 രാജാക്കന്മാരുടെ ചരിത്രമാണ്. 4 രാജാക്കന്മാരുടെ ചരിത്രം. ആ 4 രാജാക്കന്മാര് എന്ന് പറയുമ്പോൾ അവർക്ക് ദൈവം കൊടുക്കുന്ന ന്യായവിധിയാണ് ഇതിനകത്തെ പ്രധാന വിഷയം. ഇതില് 4 രാജാക്കന്മാർ ആരാന്ന് ചോദിച്ച ഒറ്റ വാക്കിൽ പറയാം. യഹൂദ ചരിത്രത്തിൽ ഒരു രാജ്യത്തെ ഉണർവിലേക്ക് നയിച്ച ഒരു രാജാവ് ഉണ്ടായിരുന്നു. ബൈബിളുമായിട്ട് ബന്ധമുള്ളവർക്കറിയാം. പേര് യോശിയാവ് എന്നാണ്. ആ യോശിയാവിൻ്റെ 3 മക്കൾ ശേഷം യോശിയാവിൻ്റെ കൊച്ചുമകനായ ഒരാളും കൂടെ ചേർത്താണ് 4 രാജാക്കന്മാർ. അപ്പോൾ 22-ാം അധ്യായത്തിൽ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ആരെക്കുറിച്ചാണെന്നുള്ളത് ഓർത്തോണം. ഒരു തലമുറയിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ദൈവം ഉപയോഗിച്ച് അസാധാരണകരമായ ഉണർവിന് നെടുനായകത്വം കൊടുത്തൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന 4 പേരും അദ്ദേഹത്തിൻ്റെ ആത്മീക പശ്ചാത്തലവുമായി ഒരു ബന്ധമില്ലാത്തവരുമായിരുന്നു. സ്തോത്രം. ആ 3 പേർ അദ്ദേഹത്തിന്റെ തുടർച്ചയായി വന്ന രാജാക്കന്മാരായിരുന്നു. സ്വന്തം മക്കളാ. ഒരാള് അദ്ദേഹത്തിന്റെ കൊച്ചുമോനാണ്. ഈ 4 പേരുടെ ചരിത്രമാണ് ഈ 22-ാം അധ്യായത്തിന്റെ പ്രമേയം. ഈ 4 പേരെ കൂടാതെ ഒരാളെ കുറിച്ചുകൂടെ പറയുന്നുണ്ട് ഈ അധ്യായത്തിൽ. അത് നീതിയുള്ള മുള എന്ന് പറഞ്ഞ ഒരാളാണ്. അതും ഒരു രാജാവാണ്. പേര് കർത്താവായ യേശുക്രിസ്തു എന്നാണ് 5-ാമത്തെ രാജാവായിട്ട് ഈ പുസ്തകത്തിനകത്ത് പറയുന്നത്. സ്തോത്രം. ഇതിൽ ദൈവം വളരെ ക്ലിയർ ആയിട്ട് ഒരാളെ കുറിച്ച് പറയുകയാണ്. നീ എൻ്റെ കയ്യിലെ മുദ്രമോതിരമായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും. സ്തോത്രം. നമ്മളിപ്പോൾ ആ ഭാഗമാണൊന്ന് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. സ്തോത്രം. എന്നിട്ട് നമുക്ക് 2-ാമത്തെ വാക്യത്തിലേക്കൊന്ന് ഓടി വരണം. നീ എൻ്റെ കയ്യിലെ മുദ്രമോതിരമായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും. സ്തോത്രം. ആരെക്കുറിച്ചാണ് പറയുന്നത്?
ആരെക്കുറിച്ചാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? അത് നമുക്ക് 22-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാണ് യഹോയാക്കീമിന്റെ മകനായി യഹൂദ രാജാവായ കൊന്യാവ്, അദ്ദേഹത്തിന്റെ ഒരു നിക്നെയിമാണ് കൊന്യാവ് എന്ന്. അത് വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് അതല്ല. കൊന്യാവ് എന്നുള്ളത് ഒരു നിക്നെയിമായിട്ട് ഉപയോഗിക്കുക. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് യഹോയാഖീൻ എന്നാണ്. യഹോയാഖീൻ എന്നാണ്. അതുകൊണ്ട് ഞാൻ ഈ കൊന്യാവ് എന്ന് പറയത്തില്ല, യഹോയാഖീൻ എന്നേ പറയത്തുള്ളൂ. രണ്ടും ഒരാൾ തന്നെയാണെന്നുള്ള കാര്യം ഓർത്തോണം. സ്തോത്രം. ഇദ്ദേഹത്തെ കുറിച്ചാണ് ദൈവം പറഞ്ഞത്, നീ എൻ്റെ കയ്യിലെ മുദ്രമോതിരമായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും. സ്തോത്രം. ഇത് യോശിയാവിന്റെ മക്കളിൽ ഒരാളാണ് ഈ യഹോയാഖീൻ എന്ന ഈ കൊന്യാവ്. സ്തോത്രം. ഇദ്ദേഹം യഹൂദ രാജാവായ, യഹൂദ എന്ന് പറയുന്ന രാജ്യം ഏകദേശം 19 രാജാക്കന്മാരാണ് ഭരിച്ചത്, രഹബയാം മുതൽ സിദക്കിയാവ് വരെ. അതിൽ ഈ 17-ാമത്തെ രാജാവായിരുന്നു യഹോയാഖീൻ എന്ന ഈ കൊന്യാവ്. സ്തോത്രം. ഇദ്ദേഹം ആകെപ്പാടെ 3 മാസവും 10 ദിവസവുമാണ് രാജാവായി ഭരിച്ചത്. ആ 3 മാസവും 10 ദിവസം എന്ന് പറഞ്ഞാൽ 100 ദിവസം. ഈ 100 ദിവസം കൊണ്ട് ദൈവത്തിന് മതിയായി. ദൈവം പറഞ്ഞു, 100 ദിവസം കൊണ്ട് ദൈവം പറയാണ്, ഞാൻ നീ എൻ്റെ കയ്യിലെ മുദ്രമോതിരമായിരുന്നാലും കൊള്ളാം, ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും. സ്തോത്രം. ഒത്തിരി കാലമൊന്നും വേണ്ട, ദൈവത്തിന് കുറച്ച് ദിവസം കൊണ്ട് തന്നെ ചിലരെ മതിയാവും, പിന്നാണ് വർഷങ്ങൾ. സ്തോത്രം. അപ്പോൾ ഈ യഹൂദയിലെ രാജാവായ 17-ാമത്തെ രാജാവായ യോശിയാവിന്റെ മക്കളിൽ ഒരുവനായ യഹോയാഖീൻ എന്ന കൊന്യാവിനെ കുറിച്ചാണ് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ എൻ്റെ കയ്യിലെ മുദ്രമോതിരമായിരുന്നാലും എറിഞ്ഞു കളയുമെന്ന്. സ്തോത്രം. ഇദ്ദേഹത്തിന് ഈ 3 മാസവും 10 ദിവസവുമായിരുന്നു സമയം ഉണ്ടായിരുന്നത്, ഏകദേശം 100 ദിവസം. ഒത്തിരി ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. പക്ഷേ അതൊന്നും താൻ ഉപയോഗിച്ചില്ല. കിട്ടിയ 100 ദിവസം കൊണ്ട് എന്തൊക്കെ മോശകരമായ പ്രവൃത്തി ചെയ്യാമോ അതെല്ലാം ചെയ്തു. ഇദ്ദേഹം തന്നെയല്ല ചെയ്തത്, ഇദ്ദേഹത്തിന്റെ അമ്മയാണ് കൂട്ടുനിന്ന മൊത്തം. സ്തോത്രം. അതുകൊണ്ട് ശിക്ഷ കൊടുത്തപ്പോൾ അമ്മയും കൂടെ ചേർത്താ ദൈവം ശിക്ഷിച്ചേ. സ്തോത്രം. അതുകൊണ്ട് ദൈവം എന്താ ശിക്ഷ കൊടുത്തെന്ന് ചോദിച്ചാൽ, നെബൂഖദ്നേസറിനെ കൊണ്ട് ഇദ്ദേഹത്തെ ബാബിലോണിലോട്ട് പിടിച്ചുകൊണ്ടുപോയി. സ്തോത്രം. 36 വർഷങ്ങൾ ഇദ്ദേഹം തടവിലായിരുന്നു ബാബിലോണിൽ. 36-ാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടെ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്നില്ല, അവിടെ മരിക്കുകയാണ്. അവിടെ വെച്ച് അദ്ദേഹത്തിന് 6-7 മക്കളൊക്കെ ഉണ്ടായി, പക്ഷെ അവരാരും വംശാവലിക്കകത്ത് വരുന്നില്ല. സ്തോത്രം. ഇനി അത് മാത്രമല്ല, ഈ യോശിയാവിന്റെ മറ്റു മക്കളെയൊക്കെ ഒരു മകനെ ഫറവോൻ അടിമയായി കൊണ്ടുപോയി, നെഖോ എന്ന് പറയുന്ന ഒരു ഫറവോൻ അടിമയായി കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ എന്താണെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, പിതാവ് വലിയ ആത്മീക ഉണർവിന് വേണ്ടി നേതൃത്വം കൊടുത്ത മനുഷ്യനായിരുന്നു. പക്ഷേ പിതാവിന്റെ പാത പിന്തുടരാതെ ലഭിച്ച 3 മാസം കൊണ്ട് അമ്മയോടുകൂടെ ചേർന്ന് നിന്ന് ദൈവത്തിന് വിരോധമായ പ്രവർത്തികളിൽ ഏർപ്പെട്ടപ്പോൾ ദൈവം പറയുക, പ്രയോജനപ്പെടുമെന്നോർത്ത്, ഉപയോഗിക്കാൻ കൊള്ളാമെന്നോർത്ത് ഞാൻ നിന്നെ എൻ്റെ കയ്യിലെ മുദ്രമോതിരമാക്കി മാറ്റിയതാണ്. പക്ഷെ ഇനിയില്ല, ഞാൻ നിന്നെ എൻ്റെ കയ്യിലെ മുദ്രമോതിരത്തിൽ നിന്ന് നിന്നെ ഊരി എറിയാൻ പോകുകയാ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ 25-ലോട്ട് കയറി നിൽക്കുന്ന ദൈവമക്കളോട് ആത്മാവിൽ ഞാൻ പറയുന്നു, ചിലരെ ഉപയോഗിക്കാൻ കൊള്ളാമെന്ന് കരുതി, പ്രയോജനപ്പെടുത്താം എന്ന് കരുതി ദൈവം തന്റെ കരത്തിലെ മുദ്രമോതിരമാക്കി അണിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ചുരുക്കം സമയം കൊണ്ട് തന്നെ പ്രയോജനമാകത്തില്ല, ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി ഉപയോഗശൂന്യമായ ചിലതിനെ ദൈവം തന്റെ കരത്തിൽ നിന്ന് ഊരി എറിയുന്ന വർഷമാണിതെന്ന് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇടപെടുന്നു. എന്നോട് ആ പദം ആവർത്തിച്ച് കർത്താവ് പറയുന്നു, ഉപയോഗശൂന്യമായ ചിലതിനെ തന്റെ കരത്തിൽ നിന്ന് ഊരി എറിയുന്ന വർഷമാണിതെന്ന്.
ദൈവാത്മാവ് അതിശക്തമായി പറയുമ്പോൾ ഇന്ന് രാത്രിയിൽ എത്ര ദൈവമക്കൾ വില കൊടുത്ത് തയ്യാറാകുന്നു? ഉപയോഗശൂന്യമാകാതെ അവന്റെ കരത്തിലെ മോതിരമായി തീരാൻ ഇന്ന് രാത്രി വില കൊടുക്കാൻ എത്ര പേർ തയ്യാറാകുന്നു? അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ മുദ്രമോതിരം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്, സ്തോത്രം, നമുക്ക് എല്ലാവർക്കും അറിയാം. സ്തോത്രം, പണ്ട് രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ, സ്തോത്രം, അവരുടെ അധികാരങ്ങളും അവരുടെ ഉത്തരവുകളും ഒക്കെ പുറപ്പെടുവിക്കാൻ, സ്തോത്രം, അവർ ഒപ്പിടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന, കയ്യിൽ അണിഞ്ഞിരുന്ന മോതിരമായിരുന്നു ഏത്? മുദ്രമോതിരം. ഒരു രാജാവിന്റെ കൽപ്പന, അദ്ദേഹത്തിന്റെ ഉത്തരവ്, അത് ഉറപ്പാക്കാൻ വേണ്ടി ഈ മുദ്രമോതിരം കൊണ്ടായിരുന്നു അവർ ഒപ്പിടുന്നത്. അപ്പോൾ മുദ്രമോതിരം കാണിക്കുന്നത് അധികാരത്തെയും പദവിയും ഒക്കെയാണ് കാണിക്കുന്നത്. സ്തോത്രം. ഓക്കെ, അതുകൊണ്ടല്ലേ നമുക്കറിയാമല്ലോ, സ്തോത്രം, നാബോത്ത് എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യനെ കൊല വിളിക്കാൻ, സ്തോത്രം, ആഖാബിന്റെ ഭാര്യ ഇസബേൽ ഒരു വ്യാജ ഉത്തരവുണ്ടാക്കിയത് ആഖാബിന്റെ മുദ്രമോതിരം എടുത്ത് ഒപ്പിട്ടാണ്. സ്തോത്രം. അപ്പോൾ ആ മോതിരത്തിന്റെ പവർ എത്ര വലുതാന്നുള്ളത് അതിനകത്തുനിന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ദൈവം പറയുന്നു, ഈ മുദ്രമോതിരം അധികാരത്തെ കാണിക്കുകയാണ്, മുദ്രമോതിരം പദവിയെ കാണിക്കുക. ദൈവം പറയുകയാ, ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടും ഉപയോഗശൂന്യമായ ചിലതിനെ ഞാൻ എൻ്റെ കരത്തിലെ അധികാരത്തിൽ നിന്ന് പുറത്തു കളയും. സ്തോത്രം. ഞാൻ എൻ്റെ കരത്തിലെ പദവിയിൽ നിന്ന് പുറത്തു കളയും. ഇന്ന് രാത്രിയിൽ ഒരു വാണിംഗ് ചിലർക്കുള്ള ദൂതും എന്നാൽ മറ്റു ചിലർക്ക് പ്രതീക്ഷ നൽകുന്ന ദൂതുമാണിത്. എന്തുകൊണ്ടെന്നാൽ ഇതുവരെ ഞാൻ കരങ്ങളിൽ ഉപയോഗിച്ച ചിലത്, എൻ്റെ കരത്തിൽ അധികാരമായി ഞാൻ ഉപയോഗിച്ചത്, എൻ്റെ കരത്തിൽ പദവിയായി പുത്രത്വത്തെ ഞാൻ ഉപയോഗിച്ച ചിലത് ഇപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഉപയോഗശൂന്യമാകുന്ന കണ്ട് ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, ഞാൻ നിന്നെ ഇതുവരെ എൻ്റെ കയ്യിലെ മുദ്രമോതിരമായി, എൻ്റെ അധികാരത്തിന്റെ ചിഹ്നമായി, പദവിയായി, പുത്രത്വത്തിൽ ഞാൻ നിന്നെ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രി ചിലതിനെ ഞാൻ ഊരി എറിഞ്ഞു കളയുമെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാ. സ്തോത്രം. ഈ രാത്രിയിൽ നമുക്കൊന്ന് ദൈവത്തെങ്കിലേക്ക് അടുത്ത് ചെല്ലാം. ദൈവമേ, അങ്ങയുടെ കരത്തിൽ നിന്ന് ഊരി എറിയാൻ ഞാനൊരു പാത്രമായി തീരാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ഇന്ന് രാത്രി ദൈവത്തോട് ചോദിക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാകുന്നു? അവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ഈ ആളെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, ഞാന്, സ്തോത്രം, 3 മാസവും 10 ദിവസവും അവന് കൊടുത്തു, പക്ഷേ അവൻ ചെയ്തത് മുഴുവൻ ദൈവത്തിന് വിരോധമാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ അവനെ എൻ്റെ കരത്തിൽ നിന്ന് ഞാൻ ഊരിക്കളയുകയാണ്. സ്തോത്രം. ഇനി രണ്ടാമത്തെ പശ്ചാത്തലത്തിലേക്ക് വരാം. രണ്ടാമത്തെ പശ്ചാത്തലം ഹഗ്ഗായി പ്രവചനമാണ് നമ്മൾ വായിച്ചത്. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു കാര്യമാണ് വായിച്ചത്. സ്തോത്രം. എന്താണ് അവിടെ വായിച്ചത്? സ്തോത്രം. അവിടെ ദൈവം വളരെ വ്യക്തമായി പറയുകയാണ്, സ്തോത്രം, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അതാരോടാണ് പറയുന്നത്? സെരുബ്ബാബേലിനോടാണ് പറയുന്നത്. ഇനി നമ്മുടെ ദൂതിലേക്ക് ഒന്ന് കയറട്ടെ. സ്തോത്രം. ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? സ്തോത്രം. യഹോയാക്കീമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ കയ്യിലെ മുദ്രമോതിരമായിരുന്നാൽ എടുത്ത് ഊരി എറിഞ്ഞു കളയും. സെരുബ്ബാബേലിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ കരത്തിലെ മുദ്രമോതിരമായി അണിയിക്കും. ബന്ധം എന്താന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ബന്ധമുണ്ട്. സ്തോത്രം. ഊരി എറിഞ്ഞു കളയുമെന്ന് പറഞ്ഞ ആള് വല്യപ്പനും മുദ്രമോതിരമായി അണിയുമെന്ന് പറഞ്ഞ ആള് കൊച്ചുമകനുമാണ്. ഇതാ ബന്ധം. സ്തോത്രം. വല്യപ്പനോടാ ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ എൻ്റെ കയ്യിലെ മുദ്രമോതിരമായിരുന്നാലും ഊരി എറിഞ്ഞു കളയും. എന്നാൽ കൊച്ചുമകനായ സെരുബ്ബാബേലിനോട് ദൈവം പറയാണ്, ഞാൻ നിന്നെ എടുത്തെൻ്റെ കരത്തിൽ മുദ്രമോതിരമാക്കി മാറ്റും. സ്തോത്രം. ഞാൻ ആ വിഷയത്തിലോട്ടൊന്ന് കയറുക, നിങ്ങൾക്ക് അത് ഇതിന്റെ പിന്നാലെ മനസ്സിലാകും. സ്തോത്രം. വല്യപ്പന് സംഭവിച്ച തകർച്ച കൊച്ചുമകൻ മാറ്റിയെടുക്കുക. വല്യപ്പനെ അധികാരത്തിൽ നിന്ന് ദൈവം ഊരി എറിഞ്ഞു കളഞ്ഞപ്പം ദൈവം തന്റെ കരത്തിലെ അധികാരമായി കൊച്ചുമകനെ എടുത്ത് അണിയുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ IPC ചർച്ചകോട് ഷാരോൺ ഏതുമാകട്ടെ, പക്ഷെ ഈ രാത്രി ഒരു വ്യത്യസ്തമായ തലമുറയായി നിന്ന് ഈ ദൂതൊരു ചലഞ്ചായി ഏറ്റെടുക്ക്. വല്യപ്പന്മാർ നഷ്ടപ്പെടുത്തി കളഞ്ഞ അധികാരത്തെ ഈ തലമുറയിലൂടെ തിരിച്ചു പിടിച്ച്
ദൈവത്തിന്റെ കരത്തിലെ മുദ്രമോതിരമായി തീരാൻ പരിശുദ്ധാത്മാവ് ഒരു തലമുറയെ ഇന്ന് രാത്രി ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിനകത്ത് തയ്യാറാണെന്നുള്ള ദൈവമക്കൾ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവുമായി റിലേഷനിലേക്ക് വരുവാൻ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അപ്പോൾ ഞാൻ ഇവരുടെ ബന്ധം പിന്നാലെ തെളിയിച്ചോളാം. സ്തോത്രം. അതിനു മുമ്പ് ഈ യഹോയാക്കീം എന്ന ആള്, അദ്ദേഹത്തോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ കരത്തില് മുദ്രമോതിരമായിരുന്നാൽ ഊരി എറിഞ്ഞുകളെ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ദൈവം നിന്റെ കയ്യിൽ നിന്ന് ഊരി എറിഞ്ഞു കളയുമെന്ന് പറഞ്ഞത്? സ്തോത്രം. നമുക്ക് ചില കാര്യങ്ങളൊന്ന് വായിക്കണം. യിരെമ്യാവിന്റെ പുസ്തകം 22-ാം അധ്യായം. നമുക്കതിലേക്കൊന്ന് വരണം. എൻ്റെ കൂടെ നിങ്ങൾ പുസ്തകം നോക്കണം. യിരെമ്യാവിന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 28 മുതൽ 30 വരെയുള്ള ഭാഗങ്ങളിൽ സ്തോത്രം ദൈവം ഇതിന്റെ ഒരു റീസൺ പറയുന്നുണ്ട്. ഇദ്ദേഹത്തെ ദൈവം തൻ്റെ കരത്തിലെ മുദ്രമോതിരമായിരുന്ന ഇദ്ദേഹത്തെ ഊരി എറിഞ്ഞു കളയാനുള്ള റീസൺ. സ്തോത്രം. ഒന്നാമത്തെ റീസൺ ദൈവം പറയുന്നത് 28-ാം വാക്യത്തിലേക്ക് വരാം. 3 ചോദ്യങ്ങൾ അവിടെയുണ്ട്. കോന്യാവ് എന്ന ഇയാൾ, അതായത് യഹോയാക്കീം എന്ന ഇയാൾ സാരമില്ല എന്ന് വെച്ച് ഉടച്ചു കളഞ്ഞൊരു കലമോ? ചോദ്യമാണ്. ഉത്തരം അതെ. 2, ആർക്കും ഇഷ്ടമില്ലാത്ത പാത്രമോ? ക്വസ്റ്റ്യൻ. ഉത്തരം അതെ. 3, അവനെയും അവന്റെ സന്തതിയെയും ത്യജിച്ച് അവർ അറിയാത്ത ദേശത്ത് തള്ളിക്കളയുവാൻ സംഗതി എന്ത്? ഉത്തരം ദുഷ്ടത നിമിത്തം. സ്തോത്രം. 3 ചോദ്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ തൻ്റെ കയ്യിലെ മോതിരമായിരുന്ന ഇദ്ദേഹത്തെ ഊരി എറിഞ്ഞു എന്നുള്ളതിന്റെ മറുപടി ഉണ്ട്. ഒന്നാമത്തെ മറുപടി, നിങ്ങളതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ വായിച്ചാൽ കൃത്യമായി മനസ്സിലാകും. ഇംഗ്ലീഷ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത് 28-ാം വാക്യത്തിന്റെ ഇംഗ്ലീഷ് വേർഷൻ കൊടുത്തിരിക്കുന്നത്, ദിസ് മാൻ കോനിയാവ് എ ഡെസ്പൈസ്ഡ് ബ്രോക്കൺ ഐഡിയോൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കോനിയാവ് എന്ന് പറയുന്ന യഹോയാക്കീം ഇദ്ദേഹം ഒരു വിഗ്രഹം ഉണ്ടാക്കിയെന്നല്ല ഇംഗ്ലീഷ് തർജ്ജമകളിലേക്ക് വരുമ്പോൾ പറയുന്നത്. പിന്നെ ഇദ്ദേഹം തന്നെ ഒരു വിഗ്രഹമായി മാറി. അയ്യോ, സ്തോത്രം. ദൈവം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ തെരഞ്ഞെടുത്തവൻ തന്നെ ഇപ്പോൾ സ്വയം ഒരു വിഗ്രഹമായിട്ടങ്ങ് മാറി. ദൈവം ഏറ്റവും വെറുക്കുന്ന കാര്യമാണ്. സ്തോത്രം. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് അവന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാനാണ്, അവന്റെ കരത്തിൽ വിധേയപ്പെടുത്തി കൊടുക്കാനാണ്. നീ അവന്റെ കൈയുടെ വിരലിൽ മുദ്രമോതിരമായി കിടന്നാ മതി, അവൻ ഒപ്പിട്ടോളും. സ്തോത്രം. പക്ഷേ നീ അങ്ങ് ഒരു വിഗ്രഹമായി മാറിയാലോ? സ്തോത്രം. പൗലോസ് അതുകൊണ്ടാണ് ഈ ഞാൻ എന്നുള്ള ഭാവത്തെ പൗലോസ് ലേഖനങ്ങളിൽ ഖണ്ഡിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫിലിപ്പിയ ലേഖനത്തിലൊക്കെ പൗലോസ് വളരെ ഗൗരവമായി യേശുക്രിസ്തുവിനെ മാതൃകയായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. സ്തോത്രം. ദൈവം പറയുന്നു, വിഗ്രഹമായി മാറിയ നിന്നെ എനിക്ക് എൻ്റെ കരങ്ങളിൽ ഇനി അണിയാൻ കഴിയില്ല, ഞാൻ നിന്നെ ഊരി എറിഞ്ഞു. ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, ഞാൻ എന്തോ ആണെന്നുള്ള ചിന്ത ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പ്രസംഗിച്ചപ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ കൈവച്ചപ്പോൾ എന്ന് എവിടെയൊക്കെയോ മഹത്വം അത് ദൈവത്തിനു മുഴുവനായി എത്താത്ത അനുഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ദൈവാത്മാവ് പറയുന്നു, നീ സ്വയം വിഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്, നിന്നെ ഉപയോഗിക്കാൻ എനിക്ക് കഴിയില്ല. ഇന്ന് രാത്രിയിൽ കർത്താവ് പറയുന്നു, മടങ്ങി വരിക, ഇല്ലെങ്കിൽ എൻ്റെ കരത്തിലെ മുദ്രമോതിരമായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയുമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. രണ്ടാമത്തെ കാര്യം വളരെ ഗൗരവമുള്ള വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, ആർക്കും ഇഷ്ടമില്ലാത്ത പാത്രമോ? അതെ, യഹോയാക്കീം എന്ന് പറയുന്ന ഈ കോനിയാവ് ആർക്കും ഇഷ്ടമില്ലാത്തൊരു പാത്രമായി മാറി. ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ, ആർക്കും ഇഷ്ടമില്ലാത്ത, സുഖമല്ലാത്ത, ആനന്ദമില്ലാത്തൊരു പാത്രമായി മാറി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മനസ്സിലെ ആ സ്വീകാര്യമില്ലായ്മ വെളിവാക്കുന്ന ഒരു വാക്കാണത്. ദൈവത്തിന്റെ മനസ്സിലെ ആ അനിഷ്ടം, സ്വീകാര്യമില്ലായ്മ വെളിവാക്കുന്ന ഒരു വാക്കാണ് ആ പദം, ആർക്കും ഇഷ്ടമില്ലാത്ത പാത്രം. സ്തോത്രം. ദൈവം എന്നെയും നിന്നെയും പരിശോധിക്കുമ്പോൾ
ഇങ്ങനെയുള്ള ഒരു വിശേഷിപ്പിക്കലാണ് ആകുമോ നമ്മെ കുറിച്ചുണ്ടാകുന്നത്? എനിക്കിഷ്ടമില്ലാത്തൊരു പാത്രം, എനിക്ക് ആനന്ദമില്ലാത്തൊരു പാത്രം എന്നൊരു വിശേഷണം നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, ഒരിക്കലും ആനന്ദം കൊടുക്കാത്തൊരു പാത്രമായി നാം തീരുമോ? സ്തോത്രം. ഈ രാത്രി കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവിന് എപ്പോഴും ആനന്ദിക്കാൻ കഴിയുന്ന ഒരു പാത്രമായി നീ തീരണം. സ്തോത്രം. കുറച്ചു കാലമായി കർത്താവിന് നിന്നിൽ ആനന്ദിക്കാൻ കഴിയുന്നില്ല, കുറച്ചു കാലമായി കർത്താവിന് നിന്നിൽ നിന്ന് സുഖകരമായി ഒന്നും കിട്ടുന്നില്ല. കർത്താവ് പറയുകയാണ്, നീ ആർക്കും ഇഷ്ടമില്ലാത്തൊരു പാത്രമായി മാറി. ഇനി നീ എന്നെ വിരലിൽ കിടന്നുകൊണ്ട് കാര്യമില്ല, ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, സ്തോത്രം, വളരെ വ്യക്തമാണ്. എന്താണ്? അവന്റെ ദുഷ്ടത നിമിത്തമാണ് അവനും അവന്റെ സന്തതിയും അറിയാത്ത ദേശത്തേക്ക് പോകാൻ കാരണം. ഈ 3 കാരണങ്ങളാണ്. ഒന്ന്, സ്വയം വിഗ്രഹം ആയി തീർന്ന കാരണം. 2, ദൈവത്തിന് ആനന്ദിക്കാൻ കഴിയാത്ത പാത്രമായി തീർന്ന കാരണം. സ്തോത്രം. പ്രിയരെ, എന്താണ് 2 തിമോഥെയോസ് 2:20-21 വാക്യങ്ങളിൽ പറയുന്നത്? ഒരു വലിയ വീട്, 2 തിമോഥെയോസ് 2:20-21 വാക്യങ്ങൾ, ഒരു വലിയ വീട്. ആ വീട്ടിൽ 2 ടൈപ്പ് പാത്രം, പല തരത്തിലുള്ള പാത്രങ്ങളുണ്ട്. സ്വർണവും വെള്ളിയും ചെമ്പും ഒക്കെ കൊണ്ടല്ലേ. അതിൽ ഒന്ന് മാനപാത്രത്തിന് ഉപയോഗിക്കാം, ഒന്ന് ഹീനപാത്രത്തിന്. എന്താ അതിന്റെ അർത്ഥം? ആ വലിയ വീട് സഭയെ കാണിക്കുന്നതാണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന് ആസ്വാദനം കണ്ടെത്താൻ കഴിയുന്ന ചില പാത്രങ്ങളുമുണ്ട്, ദൈവത്തിന് ആസ്വാദനം കണ്ടെത്താൻ കഴിയാത്ത ഹീനമായ ചില പാത്രങ്ങളുമുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സ്വീകാര്യത വിളിച്ചറിയിക്കുന്ന, ദൈവത്തിന്റെ ആസ്വാദനം കണ്ടെത്തുന്ന പാത്രങ്ങളുടെ കൂട്ടത്തിൽ ഈ രാത്രിയിൽ വരുവാൻ ദൈവാത്മാവ് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. നോക്കുക പ്രിയരെ, ഈ ഭാഗത്തിൽ നിന്ന് ഓടി മറയട്ടെ. സ്തോത്രം. എന്താണ് ഈ യെഹോയാക്കീമിന് സംഭവിച്ചത്? ദൈവം എന്താണ് അവന് കൊടുത്ത ശിക്ഷ? സ്തോത്രം. നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായാൽ അവിടെ തന്നെ ദൈവം ശിക്ഷയുടെ കാഠിന്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സ്തോത്രം. നോക്കിക്കേ, 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 28-ാം വാക്യം തന്നെ അവസാനം പറയുന്നുണ്ട്. ഒന്ന്, അവൻ പ്രവാസത്തിലേക്ക് പോകും, അവൻ മടങ്ങി വരികയില്ല. സ്തോത്രം. അപ്പോൾ മടങ്ങി വരാത്തൊരു പ്രവാസമായിരുന്നു അവന്റെ ആദ്യത്തെ ശിക്ഷ. രണ്ടാമത്തേത് എന്താ? 30-ാം വാക്യത്തിൽ, നിന്റെ പിന്തുടർച്ചൽ ഇനി ആരും രാജാക്കന്മാരായി ഉണ്ടാകയില്ല എന്ന് പറഞ്ഞാൽ ഇനി നിനക്കൊരു അനുഗ്രഹമില്ല, ഇവിടെ കൊണ്ട് തീർന്നു. സ്തോത്രം. സ്തോത്രം. എന്നെ ഈ ഭാഗം വായിച്ചപ്പോൾ വലിയ ഒരു ചിന്തയിലേക്ക് ദൈവം പറഞ്ഞു, പ്രവാസത്തിലേക്ക് പോകും എന്നുള്ളതിന്റെ അപ്പുറം ഇനി നിനക്കൊരു പിന്തുടർച്ച രാജാക്കന്മാരുടെ പട്ടികയിൽ വരില്ല. ദൈവം ഇവന്റെ അനുഗ്രഹം നിർത്തലാക്കി. നിങ്ങൾ ഈ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൽ ഒരു വംശാവലി കാണുന്നുണ്ട്. ലൂക്കോസ് 3-ലും ഒരു വംശാവലിയുണ്ട്. ഈ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? സ്തോത്രം. മത്തായി 1-ൽ യേശുവിന്റെ വംശാവലി പറയുന്നതിനകത്ത് യഹോയാക്കീമിന്റെ പേരുണ്ട്, ഇവന്റെ പേരുണ്ട്, യഹോയാക്കീമിന്റെ പേരുണ്ട്. എന്നാൽ ലൂക്കോസ് 3-ലോട്ട് വന്നാൽ ലൂക്കോസ് 3-ൽ പറയുന്ന വംശാവലിയിൽ യഹോയാക്കീമിന്റെ പേരില്ല, ദൈവം വെട്ടിക്കളഞ്ഞു. എന്താ അതിന്റെ വ്യത്യാസം എന്നറിയോ? ഈ 2 വംശാവലിയുടെ വ്യത്യാസം എന്നറിയോ? 1-ാമത്തെ വംശാവലി മത്തായി 1, അത് ലീഗലായിട്ടുള്ള ജീനിയോളജിയാണ്. എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായിട്ടുള്ള വംശാവലിയാണ്. അതുകൊണ്ടാണ് അബ്രഹാമിൽ തുടങ്ങിയത്. അബ്രഹാമിൽ തുടങ്ങി അവസാനം യേശുക്രിസ്തുവിൽ വന്നിരുന്നു. അപ്പം നിയമാനുസൃതമായിട്ടുള്ള ലീഗലായിട്ടുള്ള ആ വംശാവലിയിൽ യഹോയാക്കീമിന്റെ പേര് വന്നു, യഹോയാക്കീമിന്റെ പേര് വന്നു. പക്ഷെ ലൂക്കോസ് 3-ൽ പറയുന്ന വംശാവലി ലീഗൽ വംശാവലി അല്ല. ആ വംശാവലിക്ക് ഞാൻ പേര് കൊടുത്തത്, സ്തോത്രം, അത് ബ്ലഡ് റിലേഷൻ ജീനിയോളജിയാ. അതിന്റെ അങ്ങനെ പറയാൻ കാര്യം, ലൂക്കോസ് 3 വായിച്ചു നോക്കിക്കേ. അവിടെ അബ്രഹാമിലല്ല, വംശാവലി നേരെ തിരിച്ചാ പറയുന്നത്. യേശുവിൽ തുടങ്ങി പുറകോട്ടാ പറയുന്നത്.
ആ വംശാവലി അവസാനിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ആദം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നത്. അപ്പം എന്താണ് ആ വംശാവലിയുടെ പ്രത്യേകത? മത്തായി 1 ലീഗൽ ജീനിയോളജി, ലൂക്കോസ് 3 റിലേഷൻഷിപ്പിലാണ് അവസാനിക്കുന്നത്. കേട്ടോ, അപ്പൊ തുടക്കം ഇടുന്ന ആദം ദൈവത്തിന്റെ മകൻ, അപ്പൊ മകൻ, പുത്രത്വം, റിലേഷൻഷിപ്പിൽ ആരംഭിക്കുന്നത്. അപ്പൊ ദൈവം എന്താ ചെയ്യുന്നറിയാമോ? ലീഗാലിറ്റി പറയുന്നിടത്ത് യഹോയാക്കീമിന്റെ പേരിട്ടു, പക്ഷേ റിലേഷൻഷിപ്പിനകത്തുനിന്ന് ദൈവം പേര് വെട്ടി. ഒത്തിരി പേര് ലീഗാലിറ്റിക്കകത്തുണ്ട്. അയ്യോ, ഞങ്ങൾ IPC-ക്കാർ, ഞങ്ങൾ ചർച്ചക്കൂടുകാർ, ഞങ്ങൾ AG-ക്കാർ, ഞങ്ങൾ കുക്കു സാഹിബിന്റെ കാലം മുതൽ നീ ലീഗാലിറ്റിയിലുണ്ടെന്ന് പെന്തക്കോസിലുണ്ട്, പക്ഷേ നീ പുത്രത്വത്തിനകത്തില്ല. മനസ്സിലായില്ലേ? ആ ബ്ലഡ് റിലേഷൻഷിപ്പിനകത്ത് നീ ഇല്ല, നീ ആ രക്തബന്ധത്തിനകത്തില്ലെന്ന. ഞാൻ 2-3 തെളിവ് പറയാം. നിങ്ങളോട് ഇതൊക്കെ പറയാൻ പറ്റും. ഈ വിടുതൽ മാത്രം കേൾക്കാണ്ടിരിക്കുന്ന ആളുകളാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇനി അല്പം മൂളയുള്ളവരോട് മാത്രമേ പറയാൻ പറ്റൂ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച്, മത്തായി 1 വംശാവലിയിൽ ശലോമോനുണ്ട്, ലൂക്കോസ് 3 വംശാവലി ശലോമോൻ ഇല്ല. അയ്യോ, ഏറ്റവും കൂടുതൽ ദശാംശം കൊടുത്ത പുള്ളി, ഏറ്റവും വലിയ ചർച്ച പണിത പാർട്ടി ലീഗാലിറ്റിയിലുണ്ട്, പക്ഷെ ബന്ധത്തിൽ വന്നപ്പോൾ ദൈവം റിമൂവ് ചെയ്ത് കളഞ്ഞു. ഞങ്ങളൊക്കെ ചേർന്ന് ആ സഭാ ഹോളിന്റെ കട്ട ചുമ്മയെന്നൊക്കെ പറഞ്ഞവരൊക്കെ ഓർത്തോണം. ലീഗാലിറ്റി കാണും, പക്ഷെ പുത്രത്തെ നീ ഔട്ടാ. സ്തോത്രം. അവിടെ ദാവീദിന്റെ മകനായിട്ട് വംശാവലിക്കകത്ത് മത്തായി 1 വന്നത് ശലോമോനാ, പക്ഷേ ദാവീദിന്റെ മകനായിട്ട് ലൂക്കോസ് 3 വന്നത് നാഥാൻ എന്ന് പറയുന്ന മറ്റൊരു മകനെ ദൈവം ചേർത്തത്. മനസ്സിലാവുന്നുണ്ട്? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുന്നത്, എനിക്ക് ലീഗാലിറ്റി വേണ്ട. ഇവിടെ ഇപ്പം ജനറൽ കൺവെൻഷനുകളുടെ കാലമാണ്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, പ്രസ്ഥാനം സഭയ്ക്കകത്ത് വാഴരുത്. സഭ ദൈവത്തിന്റെ ശരീരമാണ്. സഭയ്ക്കാണ് ദൈവം എല്ലാ അധികാരം കൊടുത്തത്. പക്ഷേ പ്രസ്ഥാനങ്ങൾ എപ്പോൾ സഭയ്ക്കകത്ത് വാഴാൻ തുടങ്ങിയോ അന്ന് മുതൽ ദൈവത്തിന്റെ അധികാരങ്ങൾക്ക് നിർജീവത്വം ഉണ്ടായി. സ്തോത്രം. ദൈവത്തിന്റെ അധികാരമുണ്ട്, പക്ഷേ ഈ സഭയിലൂടെ ദൈവത്തിന് പലതും ചെയ്യാൻ കഴിയാതെ പോയി. എന്നാൽ ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, ഒരു കൂട്ടം ആളുകൾ ഞങ്ങൾ ലീഗാലിറ്റിയിലുള്ളവരാണെന്ന് പറഞ്ഞ് പാരമ്പര്യത്തിനകത്ത് ഊറ്റം കൊള്ളുമ്പോൾ ഇന്ന് രാത്രി എനിക്കത് വേണ്ട. എനിക്കിന്ന് രാത്രി ആ ബന്ധത്തിനകത്ത് വന്നാൽ മതി. സ്തോത്രം. എനിക്കിന്ന് രാത്രി റിലേഷൻഷിപ്പിനകത്ത് വന്നാൽ മതി. എനിക്കിന്ന് രാത്രി ആ പുത്രത്വത്തിനകത്ത് വന്നാൽ മതി എന്ന് ഈ രാത്രിയിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചിലര് ലോകം നിങ്ങളെ ലീഗാലിറ്റിന്ന് തള്ളിയാലും ഇന്ന് രാത്രി നീ ആ പുത്രത്വത്തിനകത്തുണ്ട്, നീ ആ റിലേഷൻഷിപ്പിനകത്തുണ്ട്, നീ ആ രക്തബന്ധത്തിനകത്തുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായ ദൂത് ചിലരോട് കൈമാറുകയാണ്. സ്തോത്രം. എനിക്ക് വലിയ പാരമ്പര്യമൊന്നും പറയാനില്ല. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചതാ. ലീഗാലിറ്റി ഒന്നുമില്ല, പക്ഷേ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ആ റിലേഷൻഷിപ്പിനകത്തുണ്ടെന്ന്. സ്തോത്രം. ഞാനിപ്പോ ഇത്രേ പറയുന്നുള്ളൂ. സ്തോത്രം. ഓക്കെ, ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. സ്തോത്രം. അപ്പോൾ ലീഗലായിട്ടുണ്ടായിരുന്ന യഹോയാക്കീമിനെ ദൈവം സ്വയം വിഗ്രഹമായത് നിമിത്തം, ദൈവത്തിന് അവനിൽ യാതൊരു ആനന്ദവും കണ്ടെത്താൻ കഴിയാഞ്ഞതു നിമിത്തം, ദുഷ്ടത പ്രവർത്തിച്ചത് നിമിത്തം ദൈവം അവനെ, തന്റെ കരത്തിന്റെ മുദ്രമോതിരമായിരുന്നവനെ ദൈവം എടുത്ത് ദൂരെ കളഞ്ഞു. സ്തോത്രം. പലരെയും ദൈവം ഈ വർഷം ഊരിക്കളയും. കഴിഞ്ഞ വർഷം ഒത്തിരി എണ്ണത്തെ ഊരി എറിഞ്ഞു കളഞ്ഞു. ഈ വർഷവും ദൈവം ഊരിക്കളയും. യാതൊരു തർക്കവും ഇല്ല. സ്തോത്രം. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. സ്തോത്രം. 7 മക്കൾ തനിക്ക് ജനിച്ചു. എവിടെ വെച്ചാ? ബാബിലോണിൽ വെച്ച്. പ്രവാസത്തിലേക്ക് പോയല്ലോ. 7 മക്കൾ ജനിച്ചു. അവരുടെ പേര് വംശാവലിക്കകത്ത് എഴുതിയില്ല. സ്തോത്രം. പക്ഷേ അവരുടെ പേര് എഴുതിയില്ലെങ്കിലും
അവന്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു മകന്റെ പേര് ദൈവം കൊണ്ടുവന്നു. അവന്റെ പേരാണ് ഷേൽത്തിയേൽ. അവൻ വംശാവലിക്കകത്ത് വന്നു. സ്തോത്രം. അപ്പൊ ഒരു കാര്യം പറയാം. യഹോയാക്കീമിന് മൊത്തം 7 മക്കളാണ് ഉണ്ടായിരുന്നത്. ഒരു മകൻ ബാബേലിൽ വെച്ച് ജനിക്കപ്പെട്ടു. ബാക്കി 6 മക്കളിലൂടെ തനിക്കുണ്ട്. സ്തോത്രം. നമുക്ക് ആ 27-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. 2 രാജാക്കന്മാരിലേക്ക് വരാം. ഒന്ന് ക്ലിയർ ആക്കി പോകാമല്ലോ. 2 രാജാക്കന്മാർ. സ്തോത്രം. അവിടെയാണ് നമുക്കതിന്റെ അന്തസത്ത കിട്ടുന്നത്. 2 രാജാക്കന്മാർ 25-ാം അധ്യായത്തിലേക്ക് വരാം. 25-ാം അധ്യായം 27-ാം വാക്യം മുതൽ നമുക്ക് ശ്രദ്ധിക്കാം. സ്തോത്രം. യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ പ്രവാസത്തിന്റെ 37-ാം ആണ്ടിൽ, ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ 36 വർഷം അദ്ദേഹം ബാബിലോണിൽ തടവിലായിരുന്നു. 37-ാം വർഷം അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായി. പക്ഷെ അദ്ദേഹം മടങ്ങി വന്നില്ല. അവിടെ വെച്ച് തീരുകയായിരുന്നു, ബാബിലോണിൽ വെച്ച്. 37-ാമത്തെ ആണ്ടിൽ അദ്ദേഹത്തിന് വിടുതലുണ്ടായി. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് 27-ാം വാക്യത്തിൽ. യഹോയാക്കീമിനെ ബാബേൽ രാജാവായ ഏവിൽ മെരോദ് കടാക്ഷിച്ച് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു. അതാണ് 27-ാം വാക്യം. അപ്പം 36 വർഷത്തെ പ്രവാസമായിരുന്നു, തടവായിരുന്നു, കാരാഗ്രഹമായിരുന്നു ശിക്ഷ. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ദൈവം ഊരിക്കളഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. സ്തോത്രം. ഇനി 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത പിന്നീട് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ചില ഫേവറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബാബിലോണിൽ അദ്ദേഹത്തിന്, ഈ ബാബേൽ രാജാവ് അദ്ദേഹത്തിന് കൊടുത്ത ചില ഫേവറുകളെ കുറിച്ചാണ് ആ ഭാഗം എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 7 മക്കൾ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് മുഴുവനായി. സ്തോത്രം. ഒരു മകനാണ് ഇവിടെ വെച്ച് ജനിച്ചത്. സ്തോത്രം. ബാബിലോണിൽ വെച്ച് ജനിച്ചത്. ബാക്കി 6 നേരത്തെ ഉള്ളതായിരിക്കാനാണ് സാധ്യത. പക്ഷേ ആ ബാക്കിയുള്ള മക്കൾ ആരും വംശാവലിക്കകത്ത് കയറിയില്ല. 6 വംശാവലി വന്നില്ല. സ്തോത്രം. പക്ഷെ ബാബിലോണിൽ വെച്ച് ജനിച്ച ഒരാൾ വംശാവലിയിൽ കയറി. സ്തോത്രം. ആ ബാബിലോണിൽ വെച്ച് ജനിച്ച ആ മകന്റെ പേരാണ് ഷേൽത്തിയേൽ എന്ന് പറയും. ആ ഷേൽത്തിയേലിന്റെ മകനാണ് നാം രണ്ടാമത് വായിച്ച സെരുബാബേൽ. സ്തോത്രം. സെരുബാബേൽ. പക്ഷെ അവിടെ ഒരു വിഷയമുണ്ട്. സ്തോത്രം. എന്താ വിഷയം? ദിനവൃത്താന്ത പുസ്തകം പഠിച്ചാൽ, ദിനവൃത്താന്തത്തിന്റെ വംശാവലി പരിശോധിച്ചാൽ ശരിക്കും സെരുബാബേലിന്റെ അപ്പൻ ഷേൽത്തിയേൽ അല്ല. അതാണ് മറ്റൊരു വിഷയം. മൊത്തം കോംപ്ലിക്കേഷനാണ്. സ്തോത്രം. ശരിക്കും സെരുബാബേലിന്റെ അപ്പന്റെ പേര് പെതിയാവ് എന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഷേൽത്തിയേലിന്റെ മകനായ സെരുബാബേൽ എന്ന് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്? സ്തോത്രം. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഷേൽത്തിയേലിന്റെ മകനായ സെരുബാബേൽ എന്നാണ് ദൈവാത്മാവ് എഴുതിയിരിക്കുന്നത് എല്ലായിടത്തും. അങ്ങനെ തന്നെയാണ് ഹഗ്ഗായി 2:23 ദൈവം വായിച്ചത്, എന്റെ ദാസനായ ഷേൽത്തിയേലിന്റെ മകനായ സെരുബാബേൽ എന്ന്. പക്ഷേ ഒറിജിനലി സെരുബാബേലിന്റെ അപ്പൻ ഷേൽത്തിയേൽ അല്ല. ദിനവൃത്താന്ത പുസ്തകം വായിക്കുന്നവർക്കറിയാം പെതിയാവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പിന്നെ എങ്ങനെയാണ് ഈ ഷേൽത്തിയേലിന്റെ മകനായ സെരുബാബേൽ ആയത്? സ്തോത്രം. അത് ഒറ്റ വാക്കിൽ പറഞ്ഞു വിടാം. സ്തോത്രം. ഷേൽത്തിയേൽ എന്ന് പറയുന്ന മനുഷ്യന് വിവാഹം കഴിച്ചു. പക്ഷെ മക്കളില്ലാതെ അദ്ദേഹം മരിച്ചുപോയി. എന്നാൽ മക്കളില്ലാതെ ഷേൽത്തിയേൽ മരിച്ചു പോയത് കൊണ്ട് അന്നത്തെ ന്യായപ്രമാണ പ്രകാരം, ദേവരധർമ്മ നിയമപ്രകാരം എന്ത് ചെയ്തു? ഷേൽത്തിയേലിന്റെ സഹോദരനായ പെതിയാവ് ആ സ്ത്രീയെ വിവാഹം കഴിച്ചു. അങ്ങനെ അതിലൂടെ ജനിച്ച മകനാണ് സെരുബാബേൽ. പക്ഷേ സെരുബാബേൽ ജനിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഷേൽത്തിയേലിന്റെ പേര് നിലനിർത്തേണ്ടതിന് വേണ്ടി
അവർ ഷേൽത്തിയേലിന്റെ മകനായ ശെരുബാബേൽ എന്നവനെ നാമകരണം ചെയ്തു. സ്തോത്രം. അങ്ങനെയാണ് അവർ ചെയ്ത നാമകരണത്തെ ദൈവം അംഗീകരിച്ചത് കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എങ്ങനെ? ഷേൽത്തിയേലിന്റെ മകനായ ശെരുബാബേൽ എന്ന് വന്നത്. സ്തോത്രം. ഇനി ഒരു കാര്യം പറയാം. വല്യപ്പൻ ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ച് ദൈവത്തിന്റെ കരത്തിൽ നിന്ന് ഊരിയെറിയപ്പെട്ട മുദ്രമോതിരമായപ്പോൾ ഇതാ ദൈവം പറയുകയാണ്, മകനെ, ശേൽത്തിയേലിന്റെ മകനായ ശെരുബാബേലേ, ഞാൻ നിന്നെ എടുത്ത്, ആ പദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നിന്നെ എടുത്ത് എൻ്റെ കയ്യിലെ മുദ്രമോതിരമാക്കാൻ പോകുകയാണ്. സ്തോത്രം. അതിന് ഞാൻ തിരുവഴുത്തിൽ നിന്ന് കണ്ട പ്രധാനപ്പെട്ട ചില കാരണം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ദൈവം കയ്യിൽ മുദ്രമോതിരമാക്കിയതെന്നുള്ളതിന്റെ 2-3 കാരണങ്ങൾ ബിബ്ലിക്കലായി പറയാം. ഒന്നാമത്തെ കാര്യം ഒറ്റ വാക്കിൽ പറയാം, അത് ദൈവത്തിന്റെ അപാരമായ കൃപ നിമിത്തമാണ്. സ്തോത്രം. ഈ രാത്രി ചിലരോടൊക്കെ ഞാൻ പറയുന്നു, യോഗ്യത കൊണ്ടോ പാണ്ഡിത്യം കൊണ്ടോ കഴിവ് കൊണ്ടോ അറിവ് കൊണ്ടോ അല്ല ദൈവം നിന്നെ അവന്റെ കരത്തിലെ മുദ്രമോതിരമാക്കി തീർക്കുന്നത് അവന്റെ അസാധാരണപരമായ കൃപയുടെ ബഹുത്വ നിമിത്തമാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആ കൃപയുടെ അപാരതകൾ, ആ കൃപയുടെ ബഹുത്വം നിന്റെ മേൽ വന്നാൽ, അതെ, നീ ഏത് ചെളിക്കുണ്ടിലാ കിടന്നെങ്കിലും നിന്നെ എടുത്ത് അവൻ തന്റെ കയ്യിലെ അധികാരമാക്കാൻ, അവന്റെ പദവിയിലേക്ക് നിന്നെ ഉയർത്താൻ, അവന്റെ മുദ്രമോതിരമാക്കി തീർക്കാൻ ഇന്ന് രാത്രിയിൽ എന്റെ ദൈവം ഒരു പദ്ധതി ഒരുക്കാൻ പോകുകയാണ്. സ്തോത്രം. ഇതൊരു അപാര കൃപയാണെന്ന് പറയാൻ കാര്യമുണ്ട്. കാര്യം പറയാം. സ്തോത്രം. ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാണെങ്കിൽ ഇദ്ദേഹത്തെ ആക്കാൻ പറ്റിയല്ല. കാരണം ശെരുബാബേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സീഡ് ഓഫ് ബാബേൽ എന്നാണ്. ശെരുബാബേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സീഡ് ഓഫ് ബാബേൽ, ബാബേലിന്റെ സന്തതി എന്നാണ് അവന്റെ പേരിന്റെ അർത്ഥം. സ്തോത്രം. ബാബേലിന്റെ സന്തതിയായ ഒരാളെ ദൈവം തന്റെ കയ്യിലെ മുദ്രമോതിരമാക്കി മാറ്റിയിരിക്കുകയാണെന്ന്. അതാ ഒരുമാതിരിപ്പെട്ടവർക്ക് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. പേരുകൊണ്ട് തന്നെ ആരും സ്വീകരിക്കത്തില്ല ഇവനെ. ബാബേലിന്റെ സന്തതിയെ യെരൂശലേമിന്റെ മക്കൾ അംഗീകരിക്കുമോ, സമ്മതിക്കുമോ? സ്തോത്രം. എന്നാൽ ദൈവം പറയുകയാണ്, എന്റെ വേല ചെയ്യാൻ, എന്റെ ദൗത്യം ഏറ്റെടുക്കാൻ, എനിക്ക് വേണ്ടി ഗവർണറായി പ്രവർത്തിക്കാൻ ഞാൻ അവനെ എന്റെ കരത്തിലെ മുദ്രമോതിരമാക്കി തീർക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് അപാര കൃപയുടെ ബഹുത്വമാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആരുമല്ലെങ്കിലും, ഒരു മനുഷ്യൻ അറിയപ്പെടാത്തവരാണെങ്കിലും, നിങ്ങളുടെ അവസ്ഥ വളരെ മോശമാണെങ്കിലും, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നീ ബാബേലിന്റെ സന്തതിയാണെങ്കിലും നിന്നെ ആളുകൾ മറ്റു പല പേരുകളിൽ കളിയാക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന് വിഷയമല്ല. ഈ രാത്രിയിൽ നീ ഒന്ന് സമർപ്പിക്കപ്പെട്ടാൽ, അവന്റെ വേല ചെയ്യാൻ, അവന്റെ മിഷൻ വഹിക്കാൻ, അവന് വേണ്ടി അധികാര പദവിയിൽ ഇരുന്ന് ചിലത് ചെയ്യാൻ, അവന്റെ കരത്തിലെ മുദ്രമോതിരമാക്കി നിന്നെ തീർക്കാൻ, ഇന്ന് രാത്രി നിന്നെ കരങ്ങളിലെടുത്ത് അണിയാൻ പരിശുദ്ധാത്മാവ് രാത്രി ചലിക്കുന്ന രാത്രി എന്ന് ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അപ്പോൾ ഒന്ന്, ഇവനെ കരത്തിൽ, അത് ദൈവം തന്നെ മുദ്രമോതിരമാക്കി മാറ്റിയതിന്റെ ഒന്നാമത്തെ കാരണം ഇറ്റ്സ് ഗ്രേസ്. ഇത് അപാരമായ കൃപയാണ്. അബൻഡന്റ് ഗ്രേസ് എന്നാണ് ഇതിനെ ഞാൻ വിളിക്കുന്നത്. അപാരമായ, സമർത്ഥമായ കൃപയുടെ വ്യാപാരമാണ്. സ്തോത്രം. ഇനി രണ്ടാമത്തെ കാര്യം, സ്തോത്രം, ശാപഗ്രസ്തമായ കുടുംബത്തിൽ നിന്ന് ഇവനെ ദൈവം അനുഗ്രഹത്തിലേക്ക് നയിക്കുകയാണ്. സ്തോത്രം. ഇവൻ ജനിച്ചതൊരു ശാപഗ്രസ്തമായ കൂടാരത്തിലാണ്. അറിയാമല്ലോ അവന്റെ വല്യപ്പന് ഏറെ വന്ന ശാപങ്ങൾ പലതും. സ്തോത്രം. ഇനി നിന്റെ തലമുറയിൽ ഒരുത്തനും രാജാവാകത്തിൽ എന്ന് പറഞ്ഞ അനുഗ്രഹങ്ങൾ നിർത്തലാക്കിയ ശാപങ്ങൾ കിടക്കുന്ന ഒരു കുടുംബത്തിൽ ജനിക്കപ്പെട്ടവനെ, സ്തോത്രം, നോക്ക്, ആ ശപിക്കപ്പെട്ട കുടുംബത്തിൽ ജനിച്ചവനെ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി തന്റെ കരത്തിൽ മോതിരമാക്കി അണിയുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി എത്ര തലമുറകൾ പുറകിൽ ഉള്ള ശാപമാണെങ്കിലും എന്റെ ദൈവത്തിനത് വിഷയമല്ല. നിന്നെ ഉപയോഗിക്കാൻ അവൻ കരത്തിലെടുത്ത് അണിയുന്ന രാത്രിയാണിത്. സ്തോത്രം. അവന്റെ അധികാരം നിനക്ക് നൽകി അവന്റെ മുദ്രമോതിരമാക്കി തീർക്കാൻ, ഇന്ന് രാത്രി അവന്റെ ശുശ്രൂഷക്കാരനാക്കി തീർക്കാൻ ദൈവം നിന്നോട് പ്രസാദം കാണിക്കുന്ന രാത്രി എന്ന് പരിശുദ്ധാത്മാവി രാത്രി ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, സ്തോത്രം,
ഒരു കാര്യം കൂടെ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത്, സ്തോത്രം, വിശ്വസ്തതയുടെ പര്യായമായി തീർന്നയാളാണ് സെരുബ്ബാബേൽ. അതവനല്ല അതിന്റെ കാരണം, അവന്റെ അപ്പനും അമ്മയുമാണ് അതിന്റെ കാരണം. സ്തോത്രം, ശേൽത്തിയേൽ എന്ന ഒരു മനുഷ്യൻ ഒരു മകനില്ലാതെ മരണപ്പെട്ടപ്പോൾ അവന്റെ പേര് നിലനിർത്താൻ വേണ്ടി ഒരു പെതിയാവിനെ കൊണ്ട് ഒരു സെരുബ്ബാബേലിനെ ജനിപ്പിച്ചു. പക്ഷേ ആ പെതിയാവ് വിചാരിച്ചത് കൊണ്ടാണ് ശേൽത്തിയേലിന്റെ മകനായി സെരുബ്ബാബേൽ അറിയപ്പെട്ടത്. അത് ശേൽത്തിയേലിനോടുള്ള പെതിയാവിന്റെ വിശ്വസ്തതയായിരുന്നു. ആ വിശ്വസ്തതയ്ക്ക് ഉപയോഗിക്കപ്പെട്ടത് സെരുബ്ബാബേൽ എന്ന യൗവനക്കാരനാണ്. സ്തോത്രം. ഇനി അത് മാത്രമല്ല, ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാം. സ്തോത്രം, ദൈവം നമ്മോട് അവന്റെ ഫേവർ കാണിക്കുന്നത് നമ്മുടെ വിശ്വസ്തത മാത്രം ഓർത്തല്ല, നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വസ്തതയും ദൈവം നോക്കുമെന്നുള്ളത് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഒന്ന്, കൃപയുടെ അപാരത്തമായ കാര്യം. രണ്ട്, ശാപഗ്രസ്തമായ ഒരു കുടുംബത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരാൻ. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞ് ഓടിച്ചു വിടട്ടെ. ദൈവം തന്റെ കരത്തിലെ മുദ്രമോതിരമാക്കി തീർക്കാൻ സെരുബ്ബാബേലിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവനെ ഉപയോഗിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം ഒന്നേ ഉള്ളൂ. അത് ഒറ്റ ചിന്തിച്ചാൽ മതി. ദൈവത്തിന്റെ കൃപയുടെ അപ്രമേയ ധനം, അവന്റെ കൃപയുടെ പെരുമ. സ്തോത്രം. ഇനി രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ കരത്തിലെ മുദ്രമോതിരമാക്കാനുള്ള രണ്ടാമത്തെ കാര്യം പറയാം. സ്തോത്രം. ഒരു വലിയ നിയോഗത്തിനു വേണ്ടി ദൈവം സെരുബ്ബാബേലിനെ ആക്കി വെക്കുകയാണ്. ആ നിയോഗം ചെയ്തെടുക്കണമെങ്കിൽ അവനെ തന്റെ കരത്തിന്റെ മുദ്രമോതിരമാക്കി തീർത്തേ മതിയാകൂ. സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, ഒരു വലിയ ശുശ്രൂഷയുടെ നിയോഗം നിങ്ങളുടെ മേൽ ദൈവം ഇന്ന് രാത്രി കൈമാറുന്നുണ്ടെങ്കിൽ ആ നിമിഷം മുതൽ നിങ്ങളെ അവന്റെ കരത്തിന്റെ മുദ്രമോതിരമാക്കി മാറ്റും. നിങ്ങൾ അവന്റെ കരത്തിന്റെ മുദ്രമോതിരമായി തീർന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവൻ ഉപയോഗിക്കാൻ വേണ്ടി ചെയ്യാൻ തന്ന മിഷൻ പൂർത്തീകരിക്കാൻ കഴിയൂ എന്നുള്ളത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. സ്തോത്രം. എന്താണ് ഈ മിഷൻ? എന്താണ് സെരുബ്ബാബേലിനെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിച്ച മിഷൻ? നമുക്കറിയാം എന്താണ്. ആലയം പണി എന്നുള്ള കാര്യമാണ്. സ്തോത്രം. അത് ബാബേലിൽ നിന്ന് ആദ്യം മടങ്ങി വന്ന ഗ്രൂപ്പ് 50,000-ഓളം പേരുണ്ട്. 49,897 പേർ. ആ അടങ്ങുന്ന സംഘവുമായി മടങ്ങി വന്ന സെരുബ്ബാബേൽ, അവരുടെ കയ്യിൽ നെബൂഖദ്നേസർ പിടിച്ചോണ്ട് പോയ പൊന്നും വെള്ളിയും ധനവും ഒക്കെ ആയിട്ടാ കോരശ് അവരെ വിടുന്നത്. സ്തോത്രം. മിഷൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്താണ് മിഷൻ? ആലയം പണിയുക. ആ മിഷൻ ഏൽപ്പിക്കപ്പെടുന്നത്, സ്തോത്രം, ആ മിഷൻ നടപ്പിലാക്കണമെങ്കിൽ, സ്തോത്രം, ഒറ്റ കാര്യം, ദൈവത്തിന്റെ കരത്തിൽ മുദ്രമോതിരമായാൽ മാത്രമേ ദൈവത്തിന് നിന്നെ അധികാരമായി പദവിയായി ഉപയോഗിക്കാൻ കഴിയൂ. സ്തോത്രം. ഇനി ഞാൻ മൂന്നാമത്തെ കാര്യം പറയാം. ദൈവം എന്തുകൊണ്ടാണ് അവനെ കരത്തിന്റെ മുദ്രമോതിരമാക്കി തീർത്തത്? സ്തോത്രം. ഒന്ന്, ദൈവത്തിന്റെ അപാര കൃപയാണ്. രണ്ട്, മിഷനാണ്, ദൈവം ഏൽപ്പിച്ച ദൗത്യമാണെങ്കിൽ. മൂന്നാമത്തെ കാര്യം, അതെ, ഒരു റീകൺസ്ട്രക്ഷന് വേണ്ടി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു പുനർനിർമ്മാണത്തിനു വേണ്ടി ദൈവം സെരുബ്ബാബേലിനെ ഉപയോഗിക്കാൻ ആഗ്രഹിച്ചു. സ്തോത്രം. റീകൺസ്ട്രക്ഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ റീബിൽഡ് എന്ന് പറയാം. ഒരു പുനർനിർമ്മാണത്തിനു വേണ്ടി ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് അവനെ കരത്തിൽ ആയുധമാക്കിയത്. സ്തോത്രം. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പുനർനിർമ്മാണം അത് വളരെ ശ്രദ്ധേയമായ വിഷയമാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, ആലയം പണിയാനാണ് വന്നത്. സ്തോത്രം. അതിൽ ഒരു പുനർനിർമ്മാണം അധികം ചെയ്യണം. സ്തോത്രം. എന്താണ് ആദ്യമായിട്ട് സെരുബ്ബാബേൽ ചെയ്ത പുനർനിർമ്മാണം? എന്താ? സാധാരണ ആലയം പണിയാൻ വന്നാൽ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മൾ എന്താണ് ആലയം പണിയാൻ വന്നാൽ ആദ്യം ചെയ്യുന്നത്? സ്തോത്രം. ആലയം പണിയാൻ ആദ്യം ചെയ്യുന്നത് എന്തുവാ? കല്ലിടും. പ്രാർത്ഥിച്ച് സഭയും വിശ്വാസികളും എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്യും? കല്ലിടും. അതാ ചെയ്യുന്നത്. പക്ഷെ ഈ പുള്ളി അല്പം വ്യത്യസ്തനായ ആളാ. ഇദ്ദേഹം റീബിൽഡിങ്ങിന് വേണ്ടി വന്നതാ, പുനർനിർമ്മാണത്തിന്. പക്ഷെ ഇദ്ദേഹം ചെയ്തത് അങ്ങനെയല്ല. വായിച്ച എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം ഞാൻ ഓടിച്ചു വായിച്ചു വിടാം. സമയം ഏകദേശം തീർന്നല്ലോ, അതുകൊണ്ട്. സ്തോത്രം. ഇദ്ദേഹം ആലയം പണിയേണ്ടതിന് പകരം ആദ്യം പുള്ളി ചെയ്തത് എന്നറിയോ? യാഗപീഠം പണിതു. 3:2. ഒന്നാമത് അദ്ദേഹം ചെയ്തത് എന്താ? യാഗപീഠം. അപ്പം ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സ്തോത്രം.
ഇദ്ദേഹം താമ്ര യാഗപീഠം പണിത് ഹോമയാഗങ്ങളെ അതിൽ അർപ്പിക്കുക ആദ്യം ചെയ്ത്. കല്ല് പോലും ഇട്ടില്ല, അടിസ്ഥാനം പോലും, ഇതൊക്കെ ഇട്ടു, പക്ഷെ എപ്പോഴാണ് ഇട്ടത്? ഇതെല്ലാം ഫൈനലായിട്ടത്. ആദ്യം ചെയ്തത് യാഗപീഠം, യാഗമാണ്. സ്തോത്രം. അപ്പം ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഒരു റീകൺസ്ട്രക്ഷൻ നമ്മിൽ വെളിപ്പെടണമെങ്കിൽ ആദ്യം പണിയപ്പെടേണ്ടത് യാഗപീഠത്തിലാണ്, ഒരു പുതുക്കി പണിയിൽ ഉണ്ടാകേണ്ടത്. സ്തോത്രം. ദൈവത്തിന് യാഗം കഴിക്കേണ്ട ഇടത്താണ് ഒരു പുതുക്കി പണിയൽ ഉണ്ടാകേണ്ടത്. സ്തോത്രം. ദൈവത്തിന് ആരാധന കൊടുക്കേണ്ട ഇടത്താണ്. നമ്മുടെ എല്ലാ യാഗങ്ങളുടെയും ഏറ്റവും ഫൈനലായിട്ടുള്ള യാഗം യേശുവിന്റെ ക്രൂശാണ്. ആ ക്രൂശ് എന്ന യാഗത്തിലൂടെയാണ് എല്ലാ ബന്ധങ്ങളും സജീവമാകുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പറയുന്ന ക്രൂശില്ലാത്ത പ്രസംഗം, ക്രൂശില്ലാത്ത ഉപവാസ പ്രാർത്ഥന വ്യർത്ഥമാണെങ്കിൽ ആദ്യം നീ പണിയപ്പെടേണ്ടത്, നിന്റെ വീടിനകത്ത് ഒരാത്മീക പുനരുത്ഥാനം ചെയ്യണമെങ്കിൽ, ഒരു ആത്മീക പുനർനിർമ്മാണം നിന്റെ സഭയിൽ ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നിന്റെ ആലയത്തിലെ യാഗപീഠം പുതുക്കി പണിയണം. സ്തോത്രം. ആദ്യം യാഗപീഠത്തിനകത്ത് കൃത്യത വരുത്തണം. സ്തോത്രം. ഈ നോക്കി, ഇനി രണ്ടാമത്തെ കാര്യം അദ്ദേഹം ചെയ്ത് എന്താണെന്നറിയാമോ? 3:4 വാക്യത്തിൽ അദ്ദേഹം കൂടാരപ്പെരുന്നാൾ ആചരിച്ചു. അപ്പം ഒരു കാര്യം വ്യക്തമാണ്, 7 മാസം കൊണ്ട്, അല്ല 7ാമത്തെ മാസമാണ് യാഗപീഠം അദ്ദേഹം പണിതത്. സ്തോത്രം. 7ാമത്തെ മാസം അദ്ദേഹം കൂടാരപ്പെരുന്നാൾ ആചരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉത്സവങ്ങൾ, ദൈവജനങ്ങൾക്ക് കൂടി വന്ന് ആത്മീക വളർച്ച പ്രാപിക്കാനുള്ളതെല്ലാം അദ്ദേഹം എന്താക്കി? പഴയതുപോലെയാക്കി. കൂടിവരവുകൾ, ഉത്സവങ്ങൾ, ദൈവജനത്തിന് കൂടി വന്ന് ആത്മീക ആരാധന പ്രാപിക്കാനുള്ള എല്ലാ സജ്ജീകരണം, ഒരു ഉപവാസ പ്രാർത്ഥനകൾ, സ്തോത്രം, കൺവെൻഷനുകൾ, ആത്മീക യോഗങ്ങൾ, സഭയ്ക്കകത്ത് ആത്മീക വളർച്ച പ്രാപിക്കാനുള്ളതെല്ലാം അദ്ദേഹം സജീവമാക്കി മാറ്റി. കൂടാരപ്പെരുന്നാൾ എന്ന് പറഞ്ഞാൽ 40 വർഷം മരുഭൂമി നടത്തിയ വിധങ്ങൾ, കരുതിയ വിധങ്ങൾ, അതിനുവേണ്ടി കൂടാരം, താൽക്കാലിക കൂടാരത്തിൽ അവർ പാർത്തതിനെ ഓർത്ത് ആചരിക്കുന്നതാണ്. ദൈവത്തിന്റെ കരുതലുകൾ, ദൈവത്തിന്റെ നടത്തിപ്പുകളെ ഓർക്കാൻ വേണ്ടിയുള്ള യോഗങ്ങൾ ക്രമീകരിച്ചെന്ന് കൂടാരപ്പെരുന്നാളുകൾ ക്രമീകരിച്ചു. ജനത്തിന് ഒരുമിച്ച് കൂടാനുള്ള പെരുന്നാളുകൾ ക്രമീകരിച്ചു. മൂന്നാമത്തെ കാര്യം, ഏറ്റവും അവസാനം 3-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നു, ആലയത്തിന് അടിസ്ഥാനമിട്ടു. നോയിക്ക്. സ്തോത്രം. ആലയത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ അവിടെയും പ്രശ്നം ഉണ്ടായി. 3 കാര്യങ്ങൾ. സ്തോത്രം. 2 വർഷം കൊണ്ടാണ് ഇതെല്ലാം ചെയ്ത്. 2 വർഷം കൊണ്ട് യാഗപീഠവും പണിതു, ഉത്സവങ്ങളും കൊണ്ടുവന്നു, ഇപ്പോൾ ആലയത്തിന് അടിസ്ഥാനവും ഇട്ടു. സ്തോത്രം. ഇപ്പം ആലയത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ചെറുപ്പക്കാരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ കുറെ പ്രായമുള്ള വയോധികന്മാർ അവിടുന്ന് കരഞ്ഞു. അവര് കരഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, അവർക്ക് ഈ ചെറുപ്പക്കാരുടെ സ്തുതിയും സ്തോത്രവും ഒന്നും അത്ര പിടിച്ചില്ല. അവർ കരയാൻ കാരണം, അവര് പണ്ട് ശലോമോന്റെ ആലയം കണ്ടിട്ടുള്ള ആളുകളാ. അതിന്റെ മഹത്വം കണ്ടിട്ട് ഈ ആലയം കണ്ടപ്പോൾ അവർക്ക് കരച്ചിലുണ്ടായി. കാരണം ആ ആലയത്തിന്റെ അത്രയും വലുപ്പവും വിസ്തൃതിയും ആ ആലയത്തിന്റെ അത്രയും മഹത്വം ഒന്നും ഇതിനകത്തില്ല. സ്തോത്രം. ഇത് കണ്ടപ്പോൾ അവർക്ക് ദുഃഖമുണ്ടായി, അവർ കരഞ്ഞു. സ്തോത്രം. അവർ നിരാശപ്പെടുകയാണ് ചെയ്തത്. സ്തോത്രം. പക്ഷെ ഒരു കാര്യം എനിക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സ്തോത്രം. ഈ ആലയത്തിന്റെ പണി പല പ്രാവശ്യം തടയപ്പെട്ടു. സ്തോത്രം. 2 രീതി തടയപ്പെട്ടു. ഒന്ന്, അകത്തു നിന്നുള്ള പ്രശ്നം ഉണ്ടായി. 2, പുറത്തു നിന്നുള്ള പ്രശ്നം ഉണ്ടായി. അകത്തു നിന്നുള്ള പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, സ്തോത്രം, ഈ പ്രായമുള്ള ആളുകളൊക്കെ ഈ ആലയത്തെ കണ്ടിട്ട്, പണ്ടത്തെ ആലയം ഇപ്പോഴത്തെ ആലയം കൂടെ നോക്കിയാൽ ഇത് എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞ് ഈ ആലയത്തെ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ അകത്തുള്ളവർ ഇത് ദൈവഹിതമല്ലെന്ന് കരുതി പലരും ആ പണിക്ക് വരാതെ വന്നു. പുറത്തെന്ന് പറഞ്ഞാൽ ശമരിയർ, തദ്ദേശവാസികളായ ശമരിയർ ഈ പണിക്കെതിരെ സ്റ്റേ ഓർഡറും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നു. അപ്പം അകത്തുനിന്നും പുറത്തുനിന്നും പണിക്കെതിരെ ആളുകൾ എഴുന്നേറ്റു. സ്തോത്രം. എന്നാൽ അതാത് സമയങ്ങളിൽ ദൈവം എന്ത് ചെയ്തു? സെരുബാബേലിനെ ധൈര്യപ്പെടുത്താൻ സക്കരിയാവിനെയും ഹഗ്ഗായിയെയും എഴുന്നേൽപ്പിച്ച് ദൈവം പണികൾ, മുടങ്ങിക്കിടന്ന പണികൾ, അത് 16 വർഷങ്ങൾ, സ്തോത്രം, മുടങ്ങിക്കിടന്ന പണികൾ വീണ്ടും ആരംഭിപ്പിച്ച് ആലയത്തിന്റെ പണികളെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവം 3 കാര്യങ്ങൾ ചെയ്തു. അതാണ് പറഞ്ഞ് അവസാനിപ്പിക്കാം. 3 കാര്യങ്ങൾ, 3 വാക്യങ്ങൾ വേഗം വായിച്ച് അവസാനിപ്പിക്കാം. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായത്തിലേക്ക് വരാം. 3 കാര്യങ്ങൾ ദൈവം ചെയ്യുകയാണ്. ആ കാര്യം ചെയ്തതിന്റെ കാരണം, സ്തോത്രം, ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, 1-ാമത്തെ വാക്യം,
ഞാൻ സകല ജാതികളെയും ഇളക്കും, സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്താ ഇങ്ങനെ പറയാൻ കാര്യം? എന്താ വയോധികന്മാർ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്? മറ്റേ ആലയത്തെ പോലെ വലിയ വലിപ്പമില്ല, വിസ്തൃതയില്ല, മഹത്വമില്ല എന്ന് പറഞ്ഞ പുള്ളികൾ അന്ന് അത് പറഞ്ഞാണ് ഈ ആലയത്തിന്റെ പണിയെ നിരുത്സാഹപ്പെടുത്തിയത്. പക്ഷെ ഇപ്പം ദൈവം പറയുകയാണ്, ഞാൻ ആ ആലയത്തെക്കാട്ടിലും ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും. സെരുബാബേലേ, നിന്നെ എന്റെ കയ്യിൽ ഞാൻ അണിഞ്ഞിരിക്കുന്ന മുദ്രമോതിരമാക്കി എന്നുള്ളതിന്റെ തെളിവ്, നീ പണിത ഈ ആലയത്തെ ഞാൻ മഹത്വപൂർണ്ണമാക്കി തീർക്കും എന്ന് മാത്രമല്ല, വെളിപ്പാടുള്ളവർ ആ വാക്യം ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ആരായി സകല ജാതികളുടെയും മനോഹര വസ്തു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. സകല ജാതികളുടെയും മനോഹര വസ്തുവായ യേശു ക്രിസ്തു വരും. അതുവഴി ഈ ആലയം മഹത്വപൂർണ്ണമാകും. ഈ ആലയത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു ശുശ്രൂഷിച്ചത് പുതിയ നിയമത്തിൽ. സ്തോത്രം. ആ ആലയം ഹെരോദാവ് ഒന്ന് പുതുക്കി പണിതേ ഉള്ളൂ, പക്ഷെ അടിസ്ഥാനവും പണിത് മൊത്തം സെരുബാബേല. നോക്കിക്ക്, ഇതൊന്നും ശലോമോന്റെ ആലയത്തിൽ കിട്ടാത്ത ഭാഗ്യമാ. സ്തോത്രം. നോക്കിക്ക്, ദൈവം നിന്നെ മുദ്രമോതിരമാക്കിയെന്ന് ലോകം മുഴുവൻ അറിയേണ്ടതിന് നിന്റെ പണിക്കകത്ത് ദൈവം മഹത്വപൂർണമായി ചിലത് വെളിപ്പെടുത്തും. സ്തോത്രം. നീ ചെയ്ത ശുശ്രൂഷയ്ക്കകത്ത് മഹത്വപൂർണമായി ചിലത് ദൈവം പ്രത്യക്ഷപ്പെടുത്തും. ഇനി രണ്ടാമത്തെ കാര്യം കൂടെ ഓടിച്ചൂടാ. 19-ാം വാക്യം. രണ്ടാമത്തെ കാര്യം ദൈവം പറയുകയാണ്, വിത്തിനെയും കളപ്പുരയിൽ കിടക്കുന്നുവോ, മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവറും കായ്ക്കുന്നില്ലയോ, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എന്താ അതിന്റെ അർത്ഥം? സാധാരണ വിത്ത് കളപ്പുരയിൽ കിടക്കാതെ അത് അടുത്ത ഒരു വിതയ്ക്ക് വേണ്ടി പോയാൽ മുന്തിരിവള്ളി അത്തിവൃക്ഷവും മാതള ഒലിവമരവും കായ്ച്ചാലേ അനുഗ്രഹമാകത്തുള്ളൂ. പക്ഷെ ഇവിടെ നഷ്ടങ്ങളുടെ പട്ടിക എഴുതിയിരിക്കുന്നത്, വിത്ത് ഇപ്പോഴും കളപ്പുരയിൽ കിടക്കുക. സ്തോത്രം. മുന്തിരി, അത്തി, മാതള, ഒലിവ് ഒന്നും കായ്ക്കുന്നില്ല. പക്ഷെ ദൈവം പറയുക, ഭൗതികമായിട്ടുള്ള ഒരു അനുഗ്രഹവും നീ കാണുന്നില്ലെങ്കിലും ഞാൻ അതിന്റെ ഇടയിലും നിന്നെ ഇന്നു മുതൽ അനുഗ്രഹിക്കാൻ പോകുക. സ്തോത്രം. ഈ രാത്രിയിൽ മനസ്സിലാക്ക്, ദൈവം നിന്നെ മുദ്രമോതിരമാക്കി അണിഞ്ഞു എന്നുള്ളതിന്റെ തെളിവ് അത് ഭൗതികമായ പലതും വിളയുന്നില്ലെങ്കിലും നിന്റെ അനുഗ്രഹം മുടങ്ങാതെ ഇന്നു മുതൽ നിന്റെ കൂടാരത്തിൽ ഞാൻ അനുഗ്രഹം അയച്ചിരിക്കും. സ്തോത്രം. മൂന്നാമത്തെ കാര്യമായിട്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ, അത് 23-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിന്നെ എന്റെ മുദ്രമോതിരമാക്കി തീർക്കുകയാണ്. സ്തോത്രം. കണ്ണുകളെല്ലാം അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം. ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. അത് തൻ്റെ വല്യപ്പൻ നഷ്ടപ്പെടുത്തിയ ദൈവിക അധികാരം, തൻ്റെ വല്യപ്പൻ അത് ദൈവത്തിന്റെ കരത്തിൽ നിന്ന് ഊരിയെറിയപ്പെട്ട മുദ്രമോതിരമായി ആ ദൈവിക അധികാരത്തിൽ നിന്നും പദവിയിൽ നിന്നും പുറത്തു പോയപ്പോൾ കൊച്ചുമകനായ സെരുബാബേലിലൂടെ ദൈവം ആ വല്യപ്പൻ നഷ്ടപ്പെടുത്തിയ അധികാരത്തിലേക്ക് അത് സെരുബാബേലിനെ മടക്കി കൊണ്ടുവരികയാ. അവനെ ദൈവം തന്റെ കരത്തിലെ മുദ്രമോതിരമാക്കി. ഇവിടെ ആത്മാവ് ചിലരോട് പറയുന്നു, പലരെയും ദൈവം തന്റെ കരത്തിൽ നിന്ന് ഊരി എറിയുമ്പോൾ നീ ആ പേരിനകത്ത് വരാതെ അവന്റെ കരത്തിൽ എടുത്തണിയപ്പെടുന്ന മുദ്രമോതിരത്തിന്റെ കൂട്ടത്തിൽ നിന്നെ കാണുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ നീ പണിത പണിയെ നോക്കി പണ്ടത്തേതുമായിട്ട് ഇത് കൊള്ളത്തില്ലെന്നും പണ്ടത്തേതായിരുന്നു നല്ലതെന്നും ഒക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി പണി മുടക്കിയവരുടെ നടുവിൽ നിന്റെ ആലയത്തെ ഞാൻ മഹത്വപൂർണ്ണമുള്ളതാക്കി തീർക്കാൻ യേശുവിന്റെ സാന്നിധ്യത്തെ കൊണ്ടുവരും. നിന്റെ ആലയത്തിൽ എന്തെല്ലാം ഭൗതിക നഷ്ടങ്ങൾ വന്നാലും അനുഗ്രഹം മുടങ്ങത്തില്ല. ഇന്നു മുതൽ നിന്നെ അനുഗ്രഹിക്കും. 3, ഞാൻ നിന്നെ എന്റെ കരത്തിൽ മുദ്രമോതിരമാക്കി തീർക്കും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് ഇന്ന് രാത്രി ലീഗാലിറ്റി അല്ല, അങ്ങയുമായുള്ള ബന്ധത്തിനകത്ത് ഞങ്ങളും കൂടെ ഒന്ന് ചേർക്കപ്പെടുവാൻ ഞങ്ങളെ ഇന്ന് രാത്രി സമർപ്പിക്കുന്നു. കർത്താവേ, ഈ വചനം ഞങ്ങൾക്ക് ഒന്നുകൂടെ പുനഃപരിശോധിക്കുവാൻ, പുനർചിന്തകൾക്ക് വേണ്ടി ഈ വചനം ഞങ്ങളെ കാരണമാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ നീ ഞങ്ങളെ പണിയേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരെ ബ്ലസ് ചെയ്യുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഈ വചനം അവരുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒരു ഉറപ്പ് നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യോഗ്യത നോക്കാതെ, ഞങ്ങൾ ബാബേലിന്റെ സന്തതിയാണ്, ഇസ്രായേൽ പൗരതയുമായി യാതൊരു സംബന്ധവുമില്ല, പക്ഷേ ഞങ്ങളുടെ യാതൊരു പശ്ചാത്തല യോഗ്യത നോക്കാതെ നീ ഞങ്ങളെ കരത്തിലെടുത്ത് അണിയുന്ന ദൈവമാണെന്ന് ഈ രാത്രിയിൽ ഞങ്ങൾ കേട്ട വചനത്തിന്റെ മുന്നിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞാൻ ഇവരെ എല്ലാവരും ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.
കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും യാതനയും കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാകാം ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനങ്ങളും ആശീർവാദങ്ങളും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കേട്ട ദൈവവചനത്തോടും പിരിയുന്ന നാം ഓരോരുത്തരോടും ദൂരത്തും ചാരത്തുമുള്ള എല്ലാ വിശുദ്ധന്മാരോടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ